എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ തൃശ്ശൂർ ജില്ലയിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. ഏത് പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കും? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് അവർ ആഗ്രഹിക്കുന്ന പക്ഷം പ്രത്യേക രാജ്യം അനുവദിക്കും. തന്നിരിക്കുന്നവയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഒന്ന് മാത്രം. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളായിരുന്നു ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേരണമെന്ന് തീരുമാനിച്ചിരുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, ഗ്രാമീണ അസമത്വം, തൊഴിൽ വർധനവ്. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വം. ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ രചിച്ചു. ഒറീസയുടെ ആക്ടിംഗ് ഗവർണറായിരുന്നു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി VP മേനോനാണ് ശരിയായ വ്യക്തി. അദ്ദേഹം ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ രചിച്ചു. ഒറീസയുടെ ആക്ടിംഗ് ഗവർണറായിരുന്നു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കുവഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ, ദേശീയ വരുമാനത്തിൻ്റെ പ്രാഥമിക ഉറവിടം, വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിത്തറ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഇപ്പോൾ സേവന മേഖലയാണ്. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്നത് ഏതൊക്കെ? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. തന്നിരിക്കുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്നത് ഏതൊക്കെ? ഓപ്ഷൻ ഡി 1, 2, 4 അവകാശങ്ങളാണ് രാഷ്ട്രീയ അവകാശങ്ങൾ. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം ഒരു മൗലികാവകാശമാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം സഹായ സംഘങ്ങൾ, യുവസംരംഭകർക്ക് സാമ്പത്തിക സാങ്കേതിക സഹായം, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കൗമാരപ്രായത്തിലെ പെൺകുട്ടികളുടെ ഉന്നമനം, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഓപ്ഷൻ ഡി പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ്
ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്വയം പദ്ധതിയുടെ ലക്ഷ്യം? രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 2, 3, 4 പ്രസ്താവനകളാണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ലോക്സഭയാണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്നത്. രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് രാജ്യസഭ പ്രതിനിധീകരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക, ദരിദ്ര കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പ അനുവദിക്കുക, വൃദ്ധർക്കും നിരാലംബർക്കും സാമ്പത്തിക സഹായം അനുവദിക്കുക, നൈപുണ്യ വികസനത്തിനും തൊഴിൽ പരിശീലനത്തിനുമായി സന്നദ്ധ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുക. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത്. മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരീര താപനില നിയന്ത്രിക്കുക, ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ശരീര താപനില നിയന്ത്രിക്കുക എന്നതാണ് ദഹനവ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത്. തലച്ചോറിലെ ഹൈപ്പോതലാമസ് ആണ് ശരീര താപനില നിയന്ത്രിക്കുന്നത്. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമേത്? തന്നിരിക്കുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ ഓസ്റ്റിയോപെറോസിസ്. ഓസ്റ്റിയോപെറോസിസ് ആണ് തന്നിരിക്കുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി മഴക്കാടുകൾ. മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? തന്നിരിക്കുന്നവയിൽ ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പ്. തന്നിരിക്കുന്നവയിൽ അപൂരിത കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഓപ്ഷൻ സി അയോർട്ട. അയോർട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം പെൺകൊതുകുകൾ ആണ്? ഡെങ്കിപ്പനി പരത്തുന്നത് തന്നിരിക്കുന്നവയിൽ ഏത് തരം പെൺകൊതുകുകൾ ആണ്? ഓപ്ഷൻ ബി ഈഡിസ് ഈജിപ്റ്റി. തന്നിരിക്കുന്നവയിൽ ഈഡിസ് ഈജിപ്റ്റി എന്ന വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലാണ് ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം. ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ച് അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ച് അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്?
ഓപ്ഷൻ സി അമോണിയ. അമോണിയയുടെ നിർമ്മാണത്തിനാണ് സ്പോഞ്ച് അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലമേത്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലമേതാണ്? ഓപ്ഷൻ ബി ബംഗളൂരു. ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? തന്നിരിക്കുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ഓപ്ഷൻ ഡി പ്രഗ്യാൻ. തന്നിരിക്കുന്നവയിൽ പ്രഗ്യാൻ ആണ് ചന്ദ്രയാൻ 3 മിഷൻ്റെ റോവർ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമേത്? കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം? ഓപ്ഷൻ ഡി മിഴാവ്. മിഴാവാണ് കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവാര്? 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവാരാണ്? ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാൻ. രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ്. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി കഥകളി. കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് വെട്ടത്ത് സമ്പ്രദായം. മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ആറ്റൂർ രവിവർമ്മ. ആറ്റൂർ രവിവർമ്മയാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷമേത്? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം? ഓപ്ഷൻ ബി 1973. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? ഓപ്ഷൻ ഡി 2021. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ചത് 2021. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ്? വർണ്ണാന്ധത കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് വർണ്ണാന്ധത കണ്ടുപിടിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ഓപ്ഷൻ ബി 1950 ജനുവരി 25. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമേത്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ സി സംബാദ് കൗമുദി. സംബാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ഓപ്ഷൻ എ ശ്യാം ശരൺ നേഗി. ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപ്പാളി ഏതാണ്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപ്പാളി ഏതാണ്?
ഓപ്ഷൻ ബി മിസോസ്ഫിയർ. മിസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെയായിരുന്നു ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത്. കർണാടകയിലെ പ്രധാന ആണവോർജ്ജ നിലയം തന്നിരിക്കുന്നവയിൽ കർണാടകയിലെ പ്രധാന ആണവോർജ്ജ നിലയം ഏതാണ്? ഓപ്ഷൻ ഡി കൈഗ. കൈഗ ആണവോർജ്ജ നിലയമാണ് തന്നിരിക്കുന്നവയിൽ കർണാടകയിലെ പ്രധാന ആണവോർജ്ജ നിലയം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമി. തന്നിരിക്കുന്നവയിൽ ഡെക്കാൻ പീഠഭൂമിയാണ് ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ ബി കാവേരി. കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തന്നിരിക്കുന്നവയിൽ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവയാണ്. മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ ബി കാരക്കോറം. മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. കോട്ടനോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. കോട്ടനോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? ഓപ്ഷൻ സി മുംബൈ. മുംബൈയാണ് കോട്ടനോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ഓപ്ഷൻ എ മുംബൈ ഹൈ. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ ഡി ഗോദാവരി. ഗോദാവരിയാണ് തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ.
അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 ആണ് അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി അനുച്ഛേദം 51A. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം? ഓപ്ഷൻ എ 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ടത് 52 സെക്കൻഡ് കൊണ്ടാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടന ഭേദഗതി ഏത്? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 44-ാം ഭരണഘടനാ ഭേദഗതി. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമ അവകാശമാക്കി മാറ്റിയത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം? ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി 24. ദേശീയ പതാകയിലെ ആരക്കാലുകൾ 24 എണ്ണമാണ്. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്? വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനായിരുന്നത്? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.